ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? ഞാനും ഒരു ലിപ്സ്റ്റിക് അഡിക്റ്റഡ് തന്നെയാണ്. ജനിച്ച സമയത്ത് എൻ്റെ ചുണ്ട് അധികം പിഗ്മെൻറ്റഡ് ആയിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ട്. എന്നാൽ ലിപ്സ്റ്റിക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഒഴിവാക്കുമോ? അതില്ല. അതെന്തായാലും നമ്മളെ കൊണ്ടാവുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം എന്താണ്? ചുണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യാം. അതുകൊണ്ട് ഞാൻ വീക്ക്ലി വൺസ് ചുണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ പലതും ചെയ്യേണ്ടതായിട്ട് വരും. പലതും എന്ന് വെച്ചാൽ കെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിന് രണ്ട് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് സ്ക്രബ് യൂസ് ചെയ്യുക, പിന്നെ ഒന്ന് പാക്ക് അപ്ലൈ ചെയ്യുക, പിന്നെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യുക. പിന്നെ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്യണം, അത് മസ്റ്റാണ്. പിന്നെ സ്ക്രബ് യൂസ് ആക്കുന്നത് കൊണ്ട് തന്നെ പ്രോബ്ലം ഒന്നുമില്ല, പക്ഷേ റഫായിട്ട് യൂസ് ആക്കാണ്ടിരുന്നാൽ മതി. അങ്ങനെ റഫായിട്ട് യൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എഫക്റ്റാണ് ഉണ്ടാവുക. സോ മെല്ലെ മെല്ലെ സ്ക്രബ് ചെയ്യുക. അതായത് പാറ കുഴക്കുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ കൂടുകയും ചെയ്യും. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എം കഫിൻ്റെ ലിപ് സ്ക്രബാണ്. ചുണ്ട് കുറച്ച് വെള്ളം ജസ്റ്റ് ഇങ്ങനെ നനച്ചതിന് ശേഷം ലിപ് സ്ക്രബ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്ട് വാങ്ങിയ സാധനമാണ്. കുറേ കാലങ്ങളായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു റുട്ടീനാണിത്. പിന്നെ ഇതിന് പകരം പഞ്ചസാരയോ തേനോ അങ്ങനെ എന്തെങ്കിലും ആ രണ്ട് വെച്ചിട്ട് നമ്മൾ യൂസ് ആക്കിയാൽ മതി. നമ്മൾ യൂട്യൂബിൽ പല ക്രിയേറ്റേഴ്സ് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പഞ്ചസാര, തേന്, ഓയിൽ യൂസ് ചെയ്തിട്ട് സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഞാൻ നല്ലൊരു മടിച്ചായതുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള മടി കാരണം ഞാൻ ഇങ്ങനത്തെ ബോട്ടിൽ സ്ക്രബാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എം കഫേൻ്റെ ആണ്. ഞാൻ ദേഗേൻ്റെയും പിന്നെ അതേപോലെ തന്നെ പല ഓർഗാനിക് സ്ക്രബ്സെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എം കഫീൻ്റെ സ്ക്രബ് യൂസ് ആക്കുന്ന സമയത്ത് ഒരു മോയ്സ്ചറൈസേഷൻ തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്ത് വെക്കുക, പിന്നെ ഒരു 2 to 3 minutes ജസ്റ്റ് ഒന്ന് വെക്കുക. എന്നിട്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയാണ് സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ ചുണ്ടിൽ പിഗ്മെൻറ്റേഷൻ വരാൻ പല കാരണങ്ങളുണ്ടാവും. അതൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ നമുക്ക് പല വീഡിയോസും കാണാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, ഒന്നും ഇവിടെ പറയുന്നൊന്നുമില്ല. ജസ്റ്റ് സെർച്ച് ചെയ്താൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. പിന്നെ ഞാനിവിടെ വീഡിയോന് സ്പീഡ് കൂട്ടുന്നുണ്ട്. ഇത്രക്ക് റഫായിട്ടൊന്നല്ല ഞാൻ സ്ക്രബ് ചെയ്യുന്നത്. സ്പീഡ് കൂട്ടിയിട്ടില്ലെങ്കിൽ ബോറടിക്കും, അതുകൊണ്ടാണ്. പിന്നെ മെല്ലെ മാത്രം സ്ക്രബ് ചെയ്യാം. പിന്നെ കൂടുതൽ സമയമൊന്നും ഇത് ചെയ്യേണ്ട, ജസ്റ്റ് 1 മിനിറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. 1 മിനിറ്റ് മാത്രം മതി. പിന്നെ വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ മന്ത്, അതായത് മാസത്തിൽ 2 തവണ അങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി. കൂടുതലൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ചുണ്ടിലൊന്നും നല്ല വ്യത്യാസം കാണുന്നില്ലേ, അതാണ്. പിന്നെ ടിൻറ്റഡ് ലിപ് ബാംസ്, അത് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഞാൻ കൂടുതലും കളർലെസ് ആയിട്ടുള്ള ലിപ് ബാം, പിന്നെ SPF ഉള്ളത്, അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പണ്ടൊന്നും ഞാൻ SPF ഉള്ളതൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോഴാണല്ലോ ഈ SPFൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ അറിയുന്നത്. പുറത്ത് പോകുന്ന സമയത്ത് SPF ഉള്ള ഏതെങ്കിലും ലിപ് ബാംസ് യൂസ് ചെയ്യും. വീട്ടിൽ നിന്നും കളറില്ലാത്ത ഒരു ഏതെങ്കിലും ലിപ് ബാം, ബയോട്ടിക്, ദേഗ, എം കഫീൻ, സെബാമെഡ്, പിന്നെ ലക്ഷ്മി കൃഷ്ണ നാച്ചുറൽസ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, അവരുടെ ലിപ് ബാംസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേബി ലിപ്സിൻ്റെ ലിപ് ബാം ഇല്ലേ, അത് യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ മെലാലോമിൻ എന്ന് പറഞ്ഞ ലിപ് ബാം ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുള്ള ലിപ് ബാമാണ്. ഞാൻ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കത് വാങ്ങി യൂസ് ചെയ്യണമെന്നുണ്ട്. ഞാനത് വാങ്ങി യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും ഞാൻ ലിപ് ബാം യൂസാക്കി പിന്നെ അത് യൂസാക്കാണ്ടിരിക്കുന്ന സമയത്ത് എനിക്കെന്തോ ചുണ്ടിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ഫീൽ പോലെ വരാറുണ്ട്. ഓൾറെഡി എൻ്റെ ചുണ്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ചുണ്ടാണ്. ഇങ്ങനെ കുറേ ക്രാക്സ് എല്ലാം ഉണ്ട്, ഇങ്ങനെ വിണ്ട് കയറിയത് പോലെ. അപ്പോൾ ഞാൻ ചിലപ്പം അങ്ങനെ എനിക്ക് എപ്പോഴും ലിപ് ബാം യൂസ് ചെയ്യാണ്ടിരിക്കുമ്പം ചുണ്ട് വല്ലാണ്ട് ഡ്രൈ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് അത് മാറ്റാൻ വേണ്ടി ഞാൻ ഇടയ്ക്ക് ബട്ടർ ജസ്റ്റ് അപ്ലൈ ആക്കി കൊടുക്കും. ഞാൻ പിന്നെ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാറാണ് പതിവ്. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നോക്കിയാൽ മതി. പിന്നെ ഭയങ്കര ഈസി ആണല്ലോ ആക്കാൻ. പിന്നെ ബട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ക്രാക്സ് കുറയുന്ന പോലെ എനിക്ക് നല്ലോണം ഫീൽ ആയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പാക്കറ്റ് ഉപയോഗിക്കുന്നത് 1 സ്പൂൺ നാരങ്ങ നീരും തേനും കോക്കനട്ട് ഓയിലും ആണ് എടുക്കുന്നത്. ഞാൻ പിന്നെ നാരങ്ങ തൊണ്ടാണ് എടുക്കുന്നത്. അതിൽ ജസ്റ്റ് ഇങ്ങനെ ഓയിലും തേനും എടുത്തിട്ട് ഡയറക്റ്റ്ലി അപ്ലൈ ആക്കും. പിന്നെ ഒരു പാത്രം കൂടി കഴുകണമല്ലോ, ഞാൻ തന്നെ കഴുകേണ്ടതുകൊണ്ട് ആ മടി കാരണം ആണ് ഞാനിങ്ങനെ തൊണ്ടിലെടുക്കുന്നത്. പിന്നെ എങ്ങനെയും ചെയ്യാം, എങ്ങനെയാണെങ്കിലും ചെയ്താലും മതി. പിന്നെ നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഈ ഒരൊറ്റ പാക്ക് മതി പിഗ്മെൻറ്റേഷൻ കുറയും, നല്ല രീതിയിൽ കുറയും. ഈ സ്ക്രബില്ലേ, സ്ക്രബ് യൂസ് ആക്കാണ്ട് ഇത് ജസ്റ്റ് യൂസ് ആക്കിയാൽ മതി. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു പീൽ ചെയ്ത് പോകുന്ന പോലെ തോന്നും, ആ ഡെഡ് സെൽസ് പോകുന്നതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ലിപ് ബാമോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് എടുത്തിച്ചില്ലേ, അത് നമ്മൾ വേസ്റ്റ് ആക്കാൻ വേണ്ടി പാടില്ല. അതെന്ത് ചെയ്യില്ലേ, നമ്മൾ കയ്യിൽ ജസ്റ്റ് ഇട്ട് ഉരക്കുക. കയ്യിൽ ജസ്റ്റ് ഇട്ട് ഉരക്കണം. 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ടാൻ പോവും. നല്ല അടിപൊളി സാധനമാണിത്. നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത്, എല്ലാം നമ്മൾ മുതലാക്കണം. അങ്ങനെയാണ് വേണ്ടത്. പിന്നെ ഇത് ഇന്ന് യൂസ് ചെയ്തിട്ട് നാളത്തേക്ക് പിഗ്മെൻറ്റേഷൻ പോകുന്നില്ല, അങ്ങനത്തെ മാജിക് ഒന്നുമല്ല. അതിന് വേറെ നിങ്ങൾ മാജിക് ചെയ്യേണ്ടി വരും, അല്ലാണ്ട് ആവും ചെയ്യില്ല. നാച്ചുറൽ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ റിസൾട്ട് നമുക്ക് കിട്ടും. യൂസ് ആയിക്കൊണ്ടിരിക്കണം, റിസൾട്ട് കിട്ടും, ടൈം എടുക്കും, പക്ഷേ റിസൾട്ട് പക്കയായിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തും എത്ര വൃത്തിയായിട്ട് നോക്കുന്നു അത്ര വരെ അത് പെർഫെക്റ്റ് ആയിരിക്കും. നോക്കാണ്ട് എന്നാൽ മോശം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഡെയിലി ലിപ്സ്റ്റിക് യൂസ് ആക്കുന്ന ഒരാളല്ല.
യൂസാക്കിയിട്ടുണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു. പക്ഷേ പിഗ്മെൻറ്റേഷൻ വരാൻ തുടങ്ങിയപ്പോൾ ഞാനത് കുറച്ചു. ഫംഗ്ഷന് പോകുന്ന സമയത്ത്, എവിടെയെങ്കിലും പോകുന്ന സമയത്തെല്ലാം ഞാൻ യൂസാക്കിയിട്ടുള്ളത്. പിന്നെ എനിക്ക് ഡെയിലി മാസ്ക് വെക്കണം, മാസ്ക് ഇല്ലാണ്ടാവില്ല. അതുകൊണ്ട് മാസ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡെയിലി SPF ഉള്ള ഏതെങ്കിലും ലിബാമാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ ഇത്രയും പൈസയും കൊടുത്തിട്ട് സാധനം വാങ്ങിയിട്ട് 10 ആൾക്കാരെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, പിന്നെ മാത്രമല്ല നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ മാസ്കിലാവും ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ലിബാമാണ് യൂസ് ചെയ്യൽ. മാസ്കിലായിട്ട് അത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാവും. പിന്നെ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്യും. കുറച്ച് നല്ല റേറ്റിംഗ് ഉള്ള ലിപ് ബാംസിൻ്റെ ഫോട്ടോസ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. വേണ്ടവർ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിയാം. ലൈക്കും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിക്കായിരുന്നു. പിന്നെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നാളെ കാണാം. ബൈ.